സമയം തരണം, സമയം കുറവാണെന്ന് അറിയാം. പക്ഷേ ഇടപെടാതിരിക്കാനുള്ള ശ്രദ്ധിക്കണം. രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഞാൻ പറയാം. ഒന്ന്, കാരശ്ശേരി മാഷ് ഇവിടെ ഔദ്യോഗികമായിട്ട് ഏറ്റവും നല്ലൊരു ക്ലാരിഫിക്കേഷൻ പറയാം. ഈ രാജ്യത്ത് അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെയും പടുകുഴിയിൽ വീണ സമയത്ത് ഈ രാജ്യത്ത് കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ അന്നത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കൊണ്ടുവന്ന 51A എന്ന് പറയുന്ന സയന്റിഫിക് ടെമ്പർ വളർത്താനുള്ള ഒരു പൗരന്റെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം മറന്ന നരേന്ദ്രമോദി പുഷ്പവിമാനത്തിന്റെയും പ്ലാസ്റ്റിക് സർജറി ചെയ്ത ഗണേശന്റെയൊക്കെ കാര്യം പറഞ്ഞ് ഈ രാജ്യത്തെ വീണ്ടും അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിടുന്നതിന്റെ ഒരു നേർ സാക്ഷ്യമാണിത്. ഈ രാജ്യത്ത് അത്തരത്തിൽ സ്ത്രീകളെ എംപവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീകളെ മാത്രം പോരാ, അല്ലാത്തവരെ കൂടി എംപവർ ചെയ്യണമെങ്കിൽ ഈ സയന്റിഫിക് ടെമ്പർ വളർത്താൻ ശ്രമിക്കണമായിരുന്നു. അതിൽ പരാജയപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. രണ്ട്, അങ്ങ് സാനിറ്ററി നാപ്കിനും മെൻസ്ട്രുവൽ കപ്പിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇന്ന് വരെ നരേന്ദ്രമോദി മെൻസ്ട്രുവൽ കപ്പിനെ കുറിച്ച് പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്താം. ഇനി അങ്ങേക്കും അതിനെ സംബന്ധിച്ച് അറിയാൻ പാടില്ല. 1 രൂപയുടെ മെൻസ്ട്രുവൽ സാനിറ്ററി കപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടെ ഹൈബിയുടെ MP എറണാകുളത്ത് 1 ലക്ഷം പേർക്ക് മെൻസ്ട്രുവൽ കപ്പ് വിതരണം ചെയ്തു. അത് വളരെ തുച്ഛമായ റേറ്റിലാണ് കിട്ടിയത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ള അങ്ങ് പോയി പഠിക്കുക. ഈ 1 രൂപ ഒരു 5 വർഷത്തേക്ക് ഉള്ള ഒരു കപ്പിന് 1 രൂപ വെച്ച് ഒരു മാസം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ, ഒരു പ്രാവശ്യം, ഒരു വെച്ചല്ല, അത് വെച്ച് നോക്കിയാൽ ഇതിന്റെ പകുതിയുടെ പകുതി പൈസ വരില്ല. എന്താണ് മെൻസ്ട്രുവൽ കപ്പ് എന്ന് അങ്ങൊന്ന് പഠിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ സ്ത്രീകളുടെ ശാക്തീകരണം, തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു സ്ത്രീകളെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ അവർക്ക് പർച്ചേസിംഗ് പവർ കൊടുത്ത, അവരെ ഏറ്റവും കൂടുതൽ എംപവർ ചെയ്ത പദ്ധതി, നൂറ്റാണ്ടുകൾ കണ്ട പദ്ധതി. ആ പദ്ധതിക്ക് ഏറ്റവും കുറഞ്ഞ തുക 60,000 കോടി വെച്ചു. പഴയ ശമ്പളം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 45,000 കോടി മാത്രം കൊടുത്ത ഒരു ഗവൺമെന്റാണ് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുന്നത്. പിന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന ഈ ഗ്യാരണ്ടി അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പെട്രോൾ 50 രൂപ കൊടുക്കുന്ന അങ്ങയുടെ നേതാവ് സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തായി ആ ഗ്യാരണ്ടി? അത് മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നില്ലേ? ഗ്യാസ് സബ്സിഡി വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, എന്തായി ആ ഗ്യാരണ്ടി? ആ ഗ്യാരണ്ടി തീർന്നില്ലേ? കള്ളപ്പണം വിദേശത്തു നിന്ന് മുഴുവൻ കൊണ്ടുവരും എന്ന് പറഞ്ഞല്ലോ, 15 ലക്ഷം പോട്ടെ, അത് തട്ടിപ്പ് പറയണം, നമുക്ക് എല്ലാവർക്കും അറിയാം. കള്ളപ്പണം കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ, എന്തേ കൊണ്ടുവന്നോ? ലളിത് മോദി ഉൾപ്പെടെയുള്ള മറ്റ് ഫ്യൂജിറ്റീവ്സിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ, കൊണ്ടുവന്നോ? തീവ്രവാദമില്ലാത്ത രാജ്യമാക്കി മാറ്റും എന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസമല്ലേ 5 സൈനികർ കൂടി തീവ്രവാദ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്? ഉറിയും പത്താൻകോടും ഉൾപ്പെടെ ഇന്ത്യയുടെ ആർമി ബേസിനകത്ത് ആക്രമണം ഉണ്ടായത് അല്ലെ? പിന്നെ ദാവൂദ് ഇബ്രാഹിമിനെ കൊണ്ടുവന്ന് വരുമെന്ന് പറഞ്ഞല്ലോ, എന്തുപറ്റി? ദാവൂദ് ഇബ്രാഹിമിനെ കിട്ടിയില്ലേ? തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, 2 കോടി എവിടെ കൊടുത്തു? 46 വർഷത്തെ ഏറ്റവും കുറഞ്ഞ തൊഴിൽ നിരക്ക് നിൽക്കുന്ന രാജ്യമാണ്. ഇങ്ങനെ ഒരു ഗ്യാരണ്ടി പറഞ്ഞിട്ടും ഈ ആള് മനുഷ്യൻ തട്ടിപ്പാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. റോസമ്മ പുന്നൂസിന്റെ കാര്യം പറഞ്ഞത് 1925 രൂപീകരിക്കപ്പെട്ട RSSന് 1925 ശാഖകളുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സ്ത്രീയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പറയേണ്ടി വരുന്നത്. സർദാർ പട്ടേൽ മുതൽ മുഴുവൻ ആൾക്കാരും, പണ്ട് മുരളീധരൻ ചോദിച്ച പോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പഴത്തൊലിയിൽ ചവിട്ടി വീണ ഒരാളുണ്ടായിരുന്നെങ്കിൽ അതുപോലും കഴിയാനാണ് RSSകാരനല്ലാത്ത ഹിന്ദു മഹാസഭയുടെ നേതാവിനെ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നത്. നിങ്ങളുടെ ഗതികേടാണ്. അവിടെ ചരിത്രം ഞങ്ങൾ പറയുന്നത് ക്ഷമിക്കണം. സമയമല്ലാതെ ആദ്യം തിരുവിതാംകൂർ